മമ്മൂട്ടിയുടെ പെർഫോമൻസ്, പെണ്ണുങ്ങളുടെ ബിരുദോ അതോ ചേകവർക്കുലത്തിന് മുഴുവൻ ചേർന്ന പതിവോ? എം.ടി. വാസുദേവന്റെ സ്ക്രിപ്റ്റ്, ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? സംവിധായകൻ ഹരിഹരന്റെ സംവിധാന കല, ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ സൗണ്ട് സിസ്റ്റം, പുതിയ പ്രൊജക്ഷൻ, പുതിയ 4K അംഗം ജയിച്ചു വന്നാൽ ചന്തു ആങ്ങളയുടെ പെണ്ണാണ് ഞാൻ. സാറിൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു വളരെ പേഴ്സണലി ഒരു ഇഷ്ടമുള്ള ഒരു സംവിധായകൻ, അതുപോലെ തന്നെ ഇപ്പോൾ അതിനൊരു ചർച്ച വരാനും കൂടി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കം വീരഗാഥ വീണ്ടും റിലീസാവാൻ, ഒരു 4K അറ്റ്മോസ്ഫിയർ റിലീസാവാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ വിശേഷങ്ങൾ കൂടി ശരിക്കും അന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. ആ ഒരു ചിത്രത്തെക്കുറിച്ചും ഹരിഹരൻ സാറിനെ കുറിച്ചും എന്താ ഇപ്പോൾ ഓർക്കുന്നത്? ഹരിഹരൻ സാറിനെ പറ്റി പറയുകയാണെന്ന് ഈ ഒരു ഇൻ്റർവ്യൂ പോരാ. ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ഹരിഹരൻ സാറിനെ പറ്റി പറയാൻ പറ്റില്ല. അതൊരു ഒരു ഒരു ഒരുപാട് വോളിയൂംസ് ഉണ്ട്, കടൽ പോലെ കിടക്കുകയാണ്. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിബർ, അദ്ദേഹത്തിൻ്റെ ടാലൻസ്, ഒരു സംവിധായകൻ എന്നുള്ള ഇതിലേക്ക് ഒക്കെ കാരണം വളരെ തീവ്രമായ മനുഷ്യത്വമുള്ള ഒരാളാണ് ഹരിഹരൻ സാറ്. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് വേണ്ട സഹായത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? വേണ്ട സമയങ്ങളിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ വെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഇതിനകത്ത്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഡിലേ വന്നു. അപ്പോൾ ഹരിഹരൻ സാർ അന്ന് ഏറ്റവും തിരക്കുള്ള സംവിധായകനാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ വെള്ളം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം 2-3 പടങ്ങൾ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എൻ്റെ ഒപ്പം നിന്നു. ആ സമയത്ത് എൻ്റെ ഈ ഒരു പ്രോബ്ലം കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മറ്റേ പടം കുറച്ച് മാറ്റിവെക്കാം, നമുക്ക് ഇതെങ്കിലും തീർക്കാം എന്ന് ഒരു സംവിധായകനും പറയില്ല. മനസ്സിലായില്ലേ? അത് അദ്ദേഹം അത് പറയല്ല, ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ ഒറ്റ ഒരു ഒരു എയിം എന്ന് വെച്ചാൽ, ഇത് എന്ത് വന്നാലും ഞാൻ ഈ പടം റിലീസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നിൽ ഒരു വിപ്ലവകാരിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അഡ്വഞ്ചറിസ്റ്റ്, സാഹസികൻ എൻ്റെ മനസ്സിൽ എന്നുമുണ്ട്. അപ്പോൾ ഈ പടത്തിന് പറ്റിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തതും ഒരുപാട് സോൾവ് ചെയ്ത് തന്നൊക്കെ അഡ്വൈസസ് തന്നിട്ട് സോൾവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഷീലയുടെ മാറ്റം, ഷീലയ്ക്ക് പകരം പിന്നെ KR വിജയനെ കൊണ്ടുവന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 45,000 ഫിലിം എക്സ്പോസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പറ്റിയത്. അത് സാധാരണ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഹരിഹരൻ സാർ അല്ലെങ്കിൽ ഇത് നടക്കില്ല. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം അത് മാത്രമല്ല, ഈ പടം ഇതിന് ശേഷം ഞങ്ങൾ ബോംബെയിൽ ഇതിൻ്റെ ഒരു പനോരമ സെലക്ഷനോട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ വലിയ വലിയ ഫിലിം മേക്കേഴ്സ്, ആക്ടേഴ്സിനൊക്കെ ഞങ്ങൾ ഈ പടം കാണിച്ചു കൊടുത്തു. B.R. ചോപ്ര പോലെയുള്ള വലിയ ഭയങ്കര ഹെവി ബഡ്ജറ്റുള്ള പടങ്ങൾ. അവർ അതിശയിച്ചു പോയി. ഒരു മലയാള സിനിമ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ, എസ്പെഷ്യലി വെള്ളപ്പൊക്കം ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് സംശയമായിപ്പോയി. B.R. ചോപ്രയാണെന്നും എൻ്റെ ഓർമ്മ ശരിയാണ്. ചോദിച്ചു, എങ്ങനെ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്യാമറമാൻ, ഇതിൻ്റെ സംഘടന സംവിധായകൻ, ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ ദേ നിൽക്കുന്ന ഇയാൾ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊരു സംവിധായകൻ അങ്ങനെ സാധാരണ പറയാറില്ല. യെസ്, ഞാൻ തന്നെ ചെയ്തതാണെന്ന് പറയാറുള്ളൂ, ഞാനാണ് ചെയ്തതെന്ന് പറയുള്ളൂ. പക്ഷെ അദ്ദേഹം അത് ഷെയർ ചെയ്യാൻ തയ്യാറായി. ഇതിൻ്റെ ആ ഒരു മാമത്സ് ആയിട്ടുള്ളൊരു ഫിലിം, ഒരു എപ്പിക് പോലെ എടുത്തൊരു സിനിമയാണത്. മലയാള സിനിമയിൽ ഇന്നും ഞാൻ പറയാം അതൊരു എപ്പിക് ഫിലിമാണ്. കാരണം എപ്പിക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ കാരണം അതൊരു എപ്പിക് ആയതുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ ഒരു പടം, ഫസ്റ്റ് മലയാളത്തിലെ ഫസ്റ്റ് സിനിമാസ്കോപ്പ് പടമാണ്. ഡിലേ ആയതുകൊണ്ടാണ് ഉദയക്കാരെ കൊണ്ടുപോയത് അതിൻ്റെ ആ സ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ വെള്ളം എന്ന ചിത്രത്തിൻ്റെ മുമ്പിലും പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ നിന്നത്, എൻ്റെ കൂടെ നിന്നത് ഹരിഹരൻ സാറാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, തീവ്രമായ
മനുഷ്യത്വം കൊണ്ടാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വീണ്ടും റീ റിലീസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഈ ഒരു തലമുറയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇനിയും കാണാത്തവർ എന്തുകൊണ്ട് ആ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് പറയും? സംശയമില്ല. കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ്. നമ്മൾ അന്നുള്ള മാതിരിയല്ല, അതൊക്കെ കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ വടക്കൻ വീരഗാഥ എന്ന സിനിമയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, ഈ കുട്ടികൾക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, വളരെ ഒരു എപ്പിക്കായിട്ടുള്ളൊരു സിനിമയാണ്, ഒരു ട്രെൻഡ് സെറ്ററായിട്ടുള്ള ഒരു സിനിമയാണ്. അസാധാരണമായ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ അറിയാം. അപ്പോൾ അത് അവരുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സിനിമയുണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ്, MT വാസുദേവൻ സ്ക്രിപ്റ്റ്, സംവിധായകൻ ഹരിഹരൻ്റെ സംവിധാന കല, ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ഞാൻ ഇതിനെ പറ്റിയിട്ട് പല ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഗോകുലം ഗോപാലേട്ടൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുക, ബാബാ ബാബ. അതിൻ്റെ സംവിധായകന് ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഈ കാര്യം ഇട്ട് നോക്കി അവരുടെ റെസ്പോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്, കാരണം അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവർ കാണാൻ പറ്റി തന്നെ ഈ TV-യിലൊക്കെ ഉള്ളൂ. അത് മതി. വിത്ത് ഓൾ ദി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ സൗണ്ട് സിസ്റ്റം, പുതിയ പ്രൊജക്ഷൻ, പുതിയ 4K-യിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ വടക്കൻ വീരഗാഥ പിന്നെ റിലീസ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ധനഞ്ജയൻ പറയാണ്, ചേട്ടാ ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞു. എല്ലാ ചെറുപ്പക്കാരാണ്, 27-28 വയസ്സാണ് ഇയാൾക്ക്, ഈ ധനഞ്ജയന്. അതുപോലെ അതിൻ്റെ എഡിറ്റർ, അതിൻ്റെ റൈറ്റർ എല്ലാം അതേ ഒരു ഗ്രൂപ്പിൽ പെട്ടാണ്. അവരൊക്കെ വളരെ ത്രിൽഡാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടതാണ് ഇതിനൊരു ക്യൂരിയോസിറ്റി, ഈ കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. ഈ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി യങ്ങർ ജനറേഷൻസ്. പഴയ ജനറേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടതാ എന്ന് പറയുന്നുണ്ടെങ്കിലും, പക്ഷെ പുതിയ ജനറേഷൻ ഇതിന് ഭയങ്കരമായ ഒരു അവസരമായിട്ട് കാണും, ഒരു ലക്കായിട്ട് തോന്നുന്നവർ. ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത്. ആ കോമ്പിനേഷനിലെ ഒരു സിനിമ ഇനി ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ വരിക എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഒരു സോഷ്യൽ തീമാണെങ്കിലേ ഇത്രയും അത് വരില്ല. ഇപ്പോൾ ഒരു സോഷ്യലായിട്ട്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയും, ഇപ്പോൾ മോഹൻലാലിൻ്റെ ചില പടങ്ങൾ വന്നല്ലോ, അതിനൊന്നും അത്രയും അക്സെപ്റ്റൻസ് കിട്ടിയില്ല. പക്ഷെ ഇതിന് അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഒരു സംഗതി ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ഇത് കാണാനായിട്ട് താല്പര്യം ഉണ്ടാവും. അതിൻ്റെ ഒരു ഗ്ലാമർ, അതിൻ്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഗതികളൊക്കെ കാണാൻ. പിന്നെ അതിൻ്റെ ഷോർട്ട് വൈസൊക്കെ അതിന് ഇപ്പോഴത്തെ ജനറേഷൻ സംവിധായകന്മാർ വന്ന് ഈ പടം കാണും. സിനിമ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഷോട്ടുകൾ എങ്ങനെ വെച്ചു എന്നുള്ളത്. അത് മാത്രമല്ല, ഇതിനകത്ത് കൂടുതൽ റിസർച്ച് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഈ ചന്തു എന്ന വില്ലനെ നായകനാക്കി മാറ്റിയത് എങ്ങനെയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുണ്ടാവും. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവർക്ക് വരാം, അത് നോക്കാം, അവർക്ക് പഠിക്കാം. ഇങ്ങനെ വരുന്നത് സാധ്യതകൾ വളരെ കൂടുതൽ എക്സ്പെക്ടേഷനും ഉണ്ട്. അതുപോലെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതെ, പ്രതീക്ഷയുള്ള ഒരു സാധനമാണ്.